ഹലോ, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവം കൂടാൻ പോകണം കേട്ടോ. ആറാട്ടുത്സവമായിരുന്നു. അപ്പോൾ എന്തായാലും തിരക്കായിരിക്കും എന്ന് എഴുതിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വണ്ടി ഇച്ചിരി ദൂരെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വൈക്കത്തമ്പലത്തിൽ അഷ്ടമിയുടെ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇതേ പോകുന്ന വഴിക്ക് ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാമെന്ന് എഴുതി ഒരു ഫ്രൂട്ട്സ് കടയിൽ ഇറങ്ങി ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. കാരണം ചൂടല്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് നോക്കി കണിക്കൊന്ന പൂത്തേക്കുന്നുണ്ട്. എനിക്ക് കൊതി വന്നു കേട്ടോ. നല്ല രസമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ രാത്രിയിൽ അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ പോകുമ്പോൾ ഇത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങ് പോയച്ചാൽ മതി. നമ്മൾ മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ടിൻ്റെ അവിടെയാണ് കാർ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടങ്ങ് നടന്ന് പോകുമ്പോൾ വെല്ലുമ്മച്ച് കുഞ്ഞാവിനടുത്തോട്ടൊക്കെ നടക്കുകയാണ്. ഇനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ കുറച്ച് തിരക്ക് എന്തായാലും ഉണ്ടാവും. സാധാരണ ഉള്ള സമയങ്ങളിൽ എപ്പോഴും ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അതായത് KSRT സ്റ്റാൻഡ് തൊട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് എപ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്കാണ് നിറച്ചും ലൈറ്റ്സും അതുപോലെ തന്നെ പൂക്കടകളൊക്കെ. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ആർച്ചാണ്. അത് നിറച്ചുണ്ടല്ലോ ഇങ്ങനെ പൂക്കൾ വെച്ചിങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് നമ്മുടെ കല്യാണ മണ്ഡപമൊക്കെ ഇല്ലേ, അതുപോലെ നല്ല രസത്തിലാണ് പൂക്കൾ വെച്ചത്. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് നല്ല ആ പൂവിൻ്റെ കളറുള്ള ലൈറ്റ്സ്, ഓറഞ്ചും മഞ്ഞയൊക്കെ ഉള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സ്. അപ്പോൾ നോക്കി നമ്മുടെ ഭഗവാന്റെ ആ ഒരു രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നല്ല തിരക്ക്. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ലൊരു ഒച്ചയും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഈ പാട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഈ പരിപാടി? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു ഫ്യൂഷൻ പരിപാടിയായിരുന്നു. അതായത് ചെണ്ടമേളം ഉണ്ട്, അതുകൊണ്ട് കീബോർഡ് ഉണ്ട്, ഒരു വയലിൻ വായിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയായിട്ടോ കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അത് കേൾക്കാൻ. അവിടെ നിന്ന് ആ ഒരു സൗണ്ടിലൊക്കെ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുരുകനും ശിവൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയൊക്കെ ആ ഒരു രൂപങ്ങളൊക്കെ ലൈറ്റ്സ് വെച്ച് അലങ്കരിച്ച് വെച്ചേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ വലിയ മൈതാനത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇനി അവിടെ നമുക്ക് അകത്തോട്ട് പോകണം. എന്തായാലും ഇന്ന് കയറി തൊഴാനൊന്നും പറ്റുമൊന്നുമില്ല. ആ ഒരു സമയമൊന്നും ആയിട്ടില്ല, അവർ കയറാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളെന്തായാലും അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അതിലും ഭംഗി കേട്ടോ. അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ആ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ പല തരത്തിലുള്ള ലൈറ്റും കാഴ്ചകളും കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ കണ്ടില്ലേ അവിടെ ഇങ്ങനെ. ഇത് അമ്പലത്തിലൂടെ കയറുന്ന ആ ഒരു ഫ്രണ്ട് വശം ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. ആ ഭാഗമാണ്. പോകുന്ന വഴിക്ക് നോക്കിയാൽ ചേട്ടൻ ഇങ്ങനെ കൊമളകളൊക്കെ ഇങ്ങനെ പറത്തി വിടുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഈ കാഴ്ച നിങ്ങൾ കണ്ടു നോക്കിയേ. നല്ല രസമാണ്. ലൈറ്റ് ഇങ്ങനെ മാറി 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 അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളിതേ തൊട്ടടുത്തുള്ള കടകളൊക്കെ നിറച്ചും കടകളുണ്ടായിരുന്നു. അപ്പോൾ കയറിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടും കേട്ടൊക്കെ പോന്നു. 1-2 കളിപ്പാട്ടൊക്കെ നന്ദൂരി മേടിച്ചു കൊടുത്തു. അങ്ങനെ നിങ്ങൾ നോക്കി ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഭംഗി. ആ ലൈറ്റ് കാഴ്ചയൊക്കെ കണ്ട് അടുത്തതേ ഒരു കടയിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ നോക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഭഗവാന്റെയൊക്കെ ഫോട്ടോസ് വാങ്ങാൻ. അപ്പോൾ കീ ചെയിനുകൾ കേട്ടോ, വല്ല വെറൈറ്റി കീ ചെയിനുകൾ എല്ലാം 30 രൂപ 40 രൂപ ആ റേഞ്ചിൽ വരുന്ന കീ ചെയിനുകളാണ്. എല്ലാം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ വണ്ടിയിലൊക്കെ കാറിലോ അതുപോലെ തന്നെ സ്കൂട്ടറിലൊക്കെ തൂക്കിയിടുന്നൊക്കെ പറ്റിയ നല്ല സൂപ്പർ കീ ചെയിനുകളാണ് കേട്ടോ. ഇതുണ്ട് ഒരു
മഞ്ഞ കളറിലെ അതൊരു മുളക് പോലെ കിടക്കുന്ന സാധനമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇനിയിപ്പോൾ അകത്ത് കുറച്ച് കടകളുള്ളെങ്കിലും വെളിയിലോട്ടാണ് കൂടുതലും കടകളുള്ളത്. ഇവിടെ അകത്ത് കുറച്ച് കടകളെ കണ്ടുള്ളൂ, പിന്നെ വെളിയിലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാവേനെയൊക്കെ ഉണ്ട്, എന്ത് രസമൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള പാവകൾ. അത് പാവയെന്ന് വെച്ചാൽ അത് കീച്ചേനാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കേട്ടോ. നമ്മളിങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതെല്ലാം കണ്ട് ഇത് കണ്ട് ഇത് മറ്റേ ഫാൻ ഇങ്ങനെ ഞെക്കി ഫാൻ, കാറ്റ്, പിള്ളേർക്ക് കളിക്കാനും നമുക്ക് അത്യാവശ്യം കാറ്റും കിട്ടുന്ന, കയ്യിൽ പ്രവർത്തിക്കണം, കൈയൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കണം. ആന തിടമ്പേറ്റ് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാന്മാരുടെ ഓരോരോ ശില്പങ്ങളുണ്ടായിരുന്നു. നന്ദു ഏതാണ്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അവൾ കണ്ടോട്ടെ, കാണുന്നത് കൊണ്ട് നമുക്ക് പൈസ മുടക്കൊന്നുമില്ല, അവൾ കണ്ടോട്ടെ. അവൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അവൾ പറഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എങ്കിലും എല്ലാം ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിങ്ങനെ പോവാണ് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ. നിറയെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ ഇട്ടു. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടായിരുന്നു. എനിക്കൊരു പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു പുസ്തകം നോക്കിയിട്ട് കണ്ടില്ല. ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നു നോക്കിയപ്പോഴത്തേക്ക് കുറേ മാലകൾ, നമ്മൾ മലയ്ക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന പോലത്തെ ചെറിയ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ തൂക്കിട്ട് നോക്കി. ഒരു ഉണ്ണിക്കണ്ണം മൈപ്പ് ചെയ്തേക്ക് നല്ല രസമില്ലേ. അതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല. ദേ ശിവലിംഗം ഉണ്ട്, അങ്ങനെ ഓരോരോ കുഞ്ഞു ഭഗവാന്മാരുടെ കുഞ്ഞു വിഗ്രഹം നമ്മുടെ കാറിലൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ വെളി വന്നപ്പോൾ ഇഷ്ടം പോലെ മാല, ഈ പ്ലാസ്റ്റിക് പൂമാലകളാണ്, പക്ഷേ കളർ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളതിങ്ങനെ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ നല്ല രസം, നല്ല ഇതുപോലെ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ഭംഗി തന്നെ ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്കൊന്ന് അമ്പലത്തിൻ്റെ അകത്ത് കയറണം. കാരണം അകത്ത് കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും ചുറ്റമ്പലത്തിൽ നടക്കാമല്ലോ, അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ നമുക്ക് കാണുന്നത്. അപ്പോൾ എനിക്ക് തത്ത നല്ല രസമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ തത്തേനെ കാണാൻ. അപ്പോൾ നമ്മുടെ ബോംബെ മിഠായി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പണ്ട് അഷ്ടമിക്കൊക്കെ എപ്പോഴും പോകുമ്പോൾ ഈ സാധനം മേടിച്ച് വയ്ക്കുന്നത്. പിന്നെ വലുതായപ്പം ഇതിങ്ങനെ കളറൊക്കെ നാക്കിലൊക്കെ ഭയങ്കരമായിട്ട് കളറൊക്കെ പിടിക്കില്ല. അതുകൊണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്, വാങ്ങൂല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതേ അകത്തോട്ട് കയറുകയാണ്. ഈ കാണുന്ന ലൈറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങി അവിടെ എന്തൊക്കെയുണ്ട്, എന്താണ് അവിടെ നിന്ന്, അപ്പോൾ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. നമ്മൾ ക്യൂ നിന്ന് അങ്ങോട്ട് കയറാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനടുത്ത് അകത്തോട്ട് കയറ്റണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ കയറ് കെട്ടിനെ വെച്ചേക്കാണ്, അങ്ങോട്ട് ആരെയും കയറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നോക്കി നടക്കുകയാണ്. ഞാനും നന്ദും കൂടെ അവൻ്റെ അവിടെ നിന്ന് നന്ദുവിൻ്റെ അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കി ഞങ്ങളവിടെ നിൽക്കുകയാണ്. വെല്ലുമിച്ച് അങ്ങോട്ട് മാറി ഇരുന്ന് തൊഴുതു, ഞങ്ങളും തൊഴുതു കാണിക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുഞ്ഞാവയായിട്ട് വെളി നിൽക്കുകയാണ് വെല്ലിച്ചനും നന്ദുവിൻ്റെ അച്ഛൻ കൂടെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ഇതാ മൂലയിലായിട്ട് എല്ലാവരും ഫോണെല്ലാം പിടിച്ചിങ്ങനെ പൊക്കി നിൽപ്പുണ്ടേ. അപ്പം ഞാനിങ്ങനെ വെല്ലുമിച്ചിന് ചൂണ്ടിക്കാണിക്കണം, അവിടെ എന്തോ ഉണ്ടല്ലോ ഒന്ന് നോക്കിക്കുക, അതെന്താ അവിടെ ആൾക്കൂട്ടെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴല്ലേ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു കാഴ്ച 7:30 പൊന്നാന ദർശനം. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ചടങ്ങ് നടന്നിരുന്നത്. അപ്പോൾ അത് ഉത്സവം തീരുന്നോടം വരെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയായിരുന്നു കേട്ടോ ഈ തിരക്ക്. ശരിക്കും മനസ്സ് നിറഞ്ഞു. ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ട് കാണുന്ന 7:30 പൊന്നാന ദർശനം. നമ്മളിതിങ്ങനെ എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കിതറിയില്ല. അപ്പോൾ അത് ആ രണ്ട് വശത്തും ഇച്ചിരി വലിയ ആനകളും നടുക്ക് വശത്തായിട്ടൊരു കുഞ്ഞാനയാണ് 7:30 പൊന്നാനകൾ ഇരിക്കുന്നത്. കാണാനും നമുക്ക് മനസ്സ് നിറച്ച് തൊഴാനൊക്കെ സാധിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല, ആദ്യത്തെ കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് ഇപ്പോൾ അമ്പലക്കുളം അവിടെ ഉണ്ടെന്ന്, അമ്പലക്കുളം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം, എന്തായാലും അമ്പലത്തിൽ വന്നാലും ഒന്ന് കാല് പയ്യെ നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വെല്ലുമ്മച്ചിക്ക് താഴെ ഇറങ്ങി അതൊക്കെ ഒന്ന് കാലൊക്കെ നനച്ചൊന്ന് കയറി വരട്ടെ. എനിക്ക് പേടിയായിട്ട് വേഗം വരാൻ പറഞ്ഞ് ഞാൻ വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണേ. ഇനി ഞങ്ങൾക്ക് വെളി ചെന്നിട്ട് വേണം, അവിടെ കുഞ്ഞാവനെയും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഇനി അവർക്ക് അകത്ത് കയറി ഒന്ന് ഇതുപോലെ ആ 7:30 പൊന്നാനയൊക്കെ ഒന്ന് ഞങ്ങളിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാണണം എന്നാഗ്രഹം. അപ്പോൾ അവരങ്ങനെ കാണാൻ പോകുമ്പോൾ ഈ നോക്കി കണിക്കൊന്നയുടെ മറ്റേ പ്ലാസ്റ്റിക് പൂവിൻ്റെ നല്ല ഭംഗിയില്ലേ. അപ്പോഴാണ് നോക്കി കുറച്ച് പട്ടിക്കുട്ടികൾ ഇങ്ങനെ തല കുലിക്കുക. അതൊക്കെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കുലിക്കൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം, കാറിലൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഏത് അഷ്ടമിക്ക് ഉത്സവത്തിന് പോയാലും ഈ കമ്മൽ കടകളാണ് ഇപ്പോഴത്തെ ആ ഒരു പെൺകുട്ടികളുടെ വീക്ക്നെസ് എന്ന് പറയുന്ന കമ്മൽ കട. അപ്പോൾ ഞാൻ ആ ജസ്റ്റ് അവിടെ കയറി നോക്കിയപ്പോൾ ഒരുപാട് കമ്മലുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ കമ്മലൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കുഞ്ഞാവയ്ക്കൊരു ചെണ്ട വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞല്ല, അവൻ കാരണം അന്ന്
അന്നത്തെ ദിവസം അവനൊരു കൊട്ടാനൊക്കെ തുടങ്ങി ചെണ്ട. അപ്പോൾ എന്തായാലും അവനൊരു ചെണ്ട വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊരു ചെണ്ടയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മളങ്ങ് പോവുകയാണ്. നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങണം, കാരണം നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി, ഒത്തിരി രാത്രിയായി. അപ്പോൾ ഇനി വെളിയിലിറങ്ങി നമ്മൾ ആറാട്ട് വരുന്ന ഒരു കവാടമുണ്ട്, ആ വസ്തുവിടെ അങ്ങ് ഇറങ്ങി നമുക്ക് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് പോകാം. അത് പോകുന്ന വഴിക്ക് കരിമീൻ ബീച്ച് കട, അതുപോലെ ഈ കലയിലൊക്കെ വെക്കില്ല മാലാഖമാരെയൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് കേൾക്കുക. ഇങ്ങനെ കുറേ ലൈറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ആ ലൈറ്റൊക്കെ ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ തെളിയുന്നുണ്ട്. ഉത്സവം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ലൈറ്റുകൾ കൊണ്ട് നമുക്ക് ഒത്തിരി അത് കാണും ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഉത്സവങ്ങളായാലും ഓരോരോ എവിടെ എന്ത് ഫംഗ്ഷൻ നടന്നാലും ആളുകൾക്കിപ്പോൾ പോകാൻ ഇഷ്ടമാണ്. കാരണം ഇതുപോലത്തെ കാഴ്ചകൾ മനസ്സിന് സന്തോഷം നൽകുന്നു. അപ്പോൾ ഈ കുറേ പാവകൾ നേരത്തെ കണ്ട തത്തയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല പാവകളൊക്കെ കണ്ടു. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് അതേ നമ്മുടെ പാണ്ട നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ പാവയൊന്നും മേടിച്ചില്ല. നന്ദുവിന് നമ്മുടെ പെൺപിള്ളേർക്ക് എന്താ എപ്പോഴും മറ്റേ ഒരുക്കി നടക്കാനുള്ള പാവയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മുടിയൊക്കെ ഉള്ള ബാർബിയുടെ, അതാണ് അവൾക്ക് വാങ്ങിയത്. അങ്ങനെ അതും വാങ്ങി നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ വൈക്കത്തഷ്ടമിയുടെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും തിരക്ക് അത്രയും അനുഭവപ്പെട്ടിട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അഷ്ടമിയുടെ അതൊന്നും ഇത്രയും നമുക്കൊന്നും കാല് നിലത്ത് വെച്ച് കുത്തി നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോകുന്ന വഴിക്കൊക്കെ മരങ്ങളൊക്കെ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തോട്ട് റോഡിൻ്റെ അപ്പുറത്ത് കടക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നോക്കിയപ്പോഴേക്കും അവിടെ കുറച്ച് ഭരണി കൊണ്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഈ ചെറിയ ഉപ്പൊക്കെ ഇട്ട് വെക്കാനുള്ള കൊച്ചു കൊച്ചു പാത്രങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിവിടുന്ന് മുന്നോട്ട് പോകുന്തോറും അലുവാക്കട അതുണ്ടോ, അലുവയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? നല്ല രസമില്ലേ അലുവ? പല കോഴിക്കോട് അലുവയെന്നും പറഞ്ഞുകൊണ്ടാണ്, നല്ല സ്വാദുള്ള അലുവകളാണ്. അതുപോലെ തന്നെ കപ്പലണ്ടി വറുക്കുന്നു. അങ്ങനെ പോകുമ്പം അവിടെ ഏഴര പൊന്നാന ദർശനത്തിൻ്റെ ആ ഒരു മാതൃകയിൽ അവിടെ ഒരു അമ്പലം പോലെയൊക്കെ ഇങ്ങനെ ചെറിയൊരു സൈഡിലായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ കളം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭഗവാന്റെ ആ ഒരു ചിത്രമൊക്കെ വരയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ദേ ഒരു ചേട്ടൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായോ ഉത്സവ വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ല കാഴ്ചകളായിട്ട് നമുക്ക് കാണാവേ.